നിങ്ങളൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞ് ഫ്രീ ആണെന്നുണ്ടെങ്കിൽ ഒരു സൂപ്പർ റൈഡ് പോയിട്ട് ലോങ് റൈഡാണ് പോകുന്ന സ്ഥലം. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്നുകൂടെ പറയാം. അപ്പോൾ നമ്മൾ പോകുന്ന സ്ഥലം ഊട്ടിക്കാണ്. ഒരു ലോങ് റൈഡാണ്. ഫസ്റ്റ് ടൈമാണ് ഊട്ടിക്ക് പോകുന്നത്. സത്യം പറഞ്ഞ ഒരു എക്സ്പീരിയൻസ് ഇല്ല എങ്ങനെ പോകണമെന്നുള്ള കാര്യങ്ങളൊക്കെ. എന്നാലും ബൈക്കിൽ പോവുകയാണ് ധൈര്യമായിട്ട്. ഞാൻ വൈഫായിട്ടാണ് പോകുന്നത്. അപ്പോൾ വേറെ പറയണ്ട, ഓക്കെ ആണല്ലോ. മണി കറക്റ്റ് 7 മണിയായി. നമ്മൾ പോകുന്ന റൂട്ട് എന്ന് പറയുന്നത് കേരള, അതായത് 2 റൂട്ടുണ്ട്. ഒന്ന് കേരള വഴിയും പോകാം, തമിഴ്നാട് ഹൈവേ കയറി പോവാം. അപ്പൊ നമ്മൾ പോകുന്ന റൂട്ട് കേരളം വഴിയാണ് പോകുന്നത്. അപ്പൊ ഊട്ടിക്ക് പോകാൻ മുമ്പായിട്ട് നമ്മൾ വേറെ സ്ഥലത്ത് പോവുകയാണ്. അത് ഈശ ശിവൻകോവിൽ എന്ന് പറയും, കോയമ്പത്തൂരിൽ ശിവൻകോവിൽ. ഈശ അല്ലേപ്പാ, ഈശ ആദിയോഗ ടെമ്പിൾ, അവിടെ കൂടെ പോയിട്ടാണ് പോകുന്നത്. അവിടെ പോയിട്ട് അതിനുശേഷം പിറ്റേ ദിവസമാണ് നമ്മൾ ഇവിടെ പോകുന്നത്. ഇവിടെ ഊട്ടി ഓക്കെ, മറന്നു കിടക്കട്ടെ. അപ്പൊ എന്തായാലും ഈശ ശിവൻകോവിൽ ഊട്ടി എല്ലാം കൂടെ ഒരു 4 ദിവസം ട്രിപ്പാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഡേറ്റ് എന്ന് പറഞ്ഞാൽ എത്ര? 9 ഫെബ്രുവരി 2024. അപ്പൊ ബൈക്കിൽ പോയാൽ എത്ര ചാർജ് ആവും എന്നുള്ള കാര്യം പറയാം. അപ്പൊ ഇതുപോലെ കപ്പിൾ റൈഡ് ബൈക്കിൽ പോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ വ്ളോഗ് കാണുക. ഇതിൽ ഫുൾ ചിലവും പറഞ്ഞു എന്തൊക്കെയാണെന്നുള്ളത്. പെട്രോൾ എത്രയാവും, എക്സ്പെൻസ് എത്രയാവും, പിന്നെ റൂം ചിലവ് കാര്യങ്ങളൊക്കെ, പിന്നെ മാപ്പ് ലൊക്കേഷൻ കാണിച്ചിട്ട് എങ്ങനെ പോകണം എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് കാര്യങ്ങളൊക്കെ. ഒരു ബൈക്ക് റൈഡ് പോകാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഈ വ്ളോഗ് കാണുക. ഓക്കെ, ഇത്ര ഞാൻ പറയാമല്ലോ. അപ്പോ ഡയലോഗ് പറയാം. അപ്പൊ നമ്മൾ സിഗ്നേച്ചർ ഡയലോഗ് പറയാൻ പോവുകയാണ്, നിങ്ങൾ ചേർത്ത് പറയണം. ഓക്കെ, അപ്പൊ ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും ഓരോ നിമിഷവും ലൈഫ് അടിച്ചു പൊളിക്കണം. കാരണം ഒരൊറ്റ ലൈഫേ ഉള്ളൂ. അപ്പൊ ലൈഫ് ഗായ്സ്, കമോൺ ഗായ്സ്, കട്ടക്ക് നിൽക്കണം. വാ വാ വാ. യാതൊരു ടൂർ ആയാലും യാതൊരു ട്രിപ്പ് ആയാലും എന്ത് പ്ലാൻ ഉണ്ടെങ്കിലും അതൊരു ബ്ലൂ പ്രിന്റ് വേണം അല്ലേ. അപ്പൊ ഇതാണ് ബ്ലൂ പ്രിന്റ്. ഓക്കെ, ഇവിടെ ഒന്നും ഇല്ല താഴെ കാണാനില്ല. ശരി, കുഴപ്പമില്ല, പോകാം. അപ്പോൾ നമ്മൾ പുറപ്പെടുന്ന ട്രിവാൻഡ്രത്താണ്. ട്രിവാൻഡ്രം, കൊട്ടാരക്കര, തിരുവല്ല, കോട്ടയം, മൂവാറ്റുപുഴ, ചാലക്കുടി, തൃശ്ശൂർ ബൈപ്പാസ് കയറി പാലക്കാട് കയറി അവിടെ നേരെ ഈശ ടെമ്പിൾ പോവുകയാണ് കോയമ്പത്തൂരിൽ. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ഈശ ശിവൻകോവിൽ തൊഴിലിട്ട് ഒരു കറക്കം കറങ്ങിയിട്ട് നേരെ മേട്ടുപ്പാളയം കയറി ഊട്ടിക്ക് പോകുന്നു. ഇതാണ് പ്ലാൻ കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ ഇതാണ് ബ്ലൂ പ്രിന്റ്. ഇപ്പോൾ വേറെ വിഷയമൊന്നുമില്ല. ഇത് ഞാൻ വരച്ച മാപ്പാണ്. ചെറിയ പ്രശ്നമുണ്ട് കേരള മാപ്പിന്, എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ വരച്ച അങ്ങനെ ആയിക്കോളൂ. ഓക്കെ, വൈകിട്ട് നല്ല ഉറക്കമാണ്, എഴുപ്പിക്കണ്ട, ഉറക്കുക കേട്ടാ. നമ്മളെയും കൊണ്ടുപോകണമെന്നുണ്ടായിരുന്നു, എന്ത് ചെയ്യാം, നമ്മളെ സാഹചര്യം അറിയാമല്ലോ. ബൈക്കിലാണ് പോകുന്നത്. ഒരുപാട് റിസ്ക് ഉണ്ട് സത്യം പറഞ്ഞാൽ. നമുക്ക് തന്നെ റിസ്ക് ഉണ്ട്. അപ്പോൾ ഓക്കെ, പോന്നാ. ഇപ്പോൾ ഹെൽമെറ്റ് കിട്ടോ, കമോൺ. വേണ്ട, ബാഗെല്ലാം ബാക്കി വെച്ചിട്ടുണ്ട്. ഇത് വാണിയത്, ഇത് എൻ്റെ ബാഗ്, നല്ല വെയിറ്റ് ഉണ്ട്. ഓക്കെ അമ്മ, പോയിട്ട് വരാം. അപ്പോൾ എല്ലാം ഐശ്വര്യമായിട്ട് നല്ല നടക്കണം, ഒരു തടസ്സം വരാൻ പാടില്ല. ഓക്കെ, നമ്മളങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി തപ്പിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആദ്യം പോകേണ്ട സ്ഥലം പഴവങ്ങാടി കോവിലാണ്. അവിടെ പോയി തേങ്ങ അടിച്ചിട്ടാണ് പോകേണ്ടത്. ഒരു 3 തേങ്ങ അടിക്കണം. നമ്മൾ എവിടെ ലോങ് ടൂർ പോയാലും ആദ്യം പോയി പഴവങ്ങാടി കോവിൽ തേങ്ങ അടിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ നേരെ അങ്ങോട്ട് പോകാം. കമോൺ, കട്ടൊക്കെ നിൽക്കണം. വാ വാ വാ. ഇന്നത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ നല്ല വെയിലുണ്ട്. രാത്രി മൊത്തം മഞ്ഞ്, രാവിലെ നല്ല മഞ്ഞുണ്ടായിരുന്നു. ഇനി അങ്ങോട്ട് വെയിലായിരിക്കും അല്ലേ. കുറേ ദൂരം പോകണം, വെയിലത്തല്ലേ ട്രാവൽ ചെയ്ത്, എന്ത് ചെയ്യാൻ പറ്റും. ഒരു സൈഡ് ട്രാവൽ സന്തോഷം ഉണ്ടെങ്കിൽ മറു സൈഡ് വന്നിട്ട് കുറച്ച് ബുദ്ധിമുട്ട് കാര്യങ്ങളുണ്ട്. എന്തായാലും എല്ലാം ഫേസ് ചെയ്യാൻ തയ്യാറാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ തിരക്കാ. 1000 നിറഞ്ഞു കറക്റ്റ് 1000 അല്ലേ. ഏകദേശം ഫുൾ ടാങ്ക് അടിച്ചിട്ടുണ്ട്, വേറെ വിഷയമൊന്നുമില്ല. എൻ്റെ അമ്മ നിറഞ്ഞു. ഇപ്പോൾ ഫസ്റ്റ് ചിലവ് എന്ന് പറഞ്ഞാൽ 1000 രൂപ പെട്രോൾ അടിച്ചിട്ടുണ്ട്. നമ്മളെ ബൈക്കിൻ്റെ മൈലേജ് എന്ന് പറഞ്ഞാൽ 55 to 60 കിട്ടുന്ന പറഞ്ഞത്. ഹൈവേയിൽ പോയി 60 കിട്ടുന്നത് പറയാണ്. ഒരു 55 വെച്ചിരിക്കാം അല്ലേ. ഓക്കെ, അങ്ങനെ പഴവങ്ങാടി കോലെത്തിയിട്ടുണ്ട്. ഇവിടെ റൈറ്റാണ് പോകേണ്ടത് നമ്മൾ. മഹാഗണപതി ഇവിടെ കൊണ്ട് വണ്ടി വയ്ക്കാൻ. ഇതേ പോയി ഇതാ വന്നു അല്ലേ. 3 തേങ്ങ, ചെറിയ തേങ്ങ എത്ര? 60 ഓടിപ്പോയി തേങ്ങ അടിച്ചില്ലേ. വാ, നല്ല തിരക്കാണ് കേട്ടോ. പഴവങ്ങാടി പോലെ എപ്പോഴും തിരക്കാണ് അല്ലേ. ഓക്കെ, ക്യാമറ ഓഫ് ചെയ്യാൻ പോവുകയാണ്. അകത്ത് ക്യാമറ യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഇപ്പോൾ തേങ്ങ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്, വേറെ വിഷയമൊന്നുമില്ലല്ലോ. പോവാ, കമോൺ, ബാ. ഐശ്വര്യമായിട്ട് 3 തേങ്ങ അടിച്ചിട്ടുണ്ട്. എല്ലാ കാര്യവും പറഞ്ഞിട്ടുണ്ട്, പറയേണ്ട കാര്യങ്ങളൊക്കെ. ഒന്ന്, ബൈക്കിന് ഒരു പ്രശ്നം വരാൻ പാടില്ല. രണ്ടാമത്തത് നമുക്കൊരു പ്രശ്നം വരാൻ പാടില്ല. മൂന്നാമത്തത് നമ്മളെ യൂട്യൂബ് ചാനൽ റീച്ച് ആവണം. അപ്പോൾ ഫസ്റ്റ് ലൊക്കേഷൻ വിസിറ്റ് കഴിഞ്ഞിട്ടുണ്ട് പഴവങ്ങാടി കോവിൽ. ഇനി നമ്മൾ നേരെ പോകുന്നത് കോയമ്പത്തൂർ അല്ലേ. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് സ്റ്റോപ്പുണ്ട്, അത് നിർത്താം. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് 410 കിലോമീറ്റർ ദൂരമുണ്ട്. മണി ഇപ്പോൾ കറക്റ്റ് 8:15 മണിയായിട്ടുണ്ട്. ഇപ്പോൾ രാവിലെ തന്നെ നല്ല വൈബുണ്ട് കാണാനായിട്ട്. ട്രാഫിക് ബ്ലോക്ക് കുറവാണ്, നല്ല തണുപ്പുണ്ട്. അതേ സമയത്ത് നല്ലൊരു കോവിൽ, ഡിവോഷണൽ പാട്ടൊക്കെ കേൾക്കുമ്പോൾ പ്രത്യേക വൈബ് കേട്ടോ. ഇപ്പോൾ രാവിലെ കാപ്പ് കുടിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും പോകുന്ന വഴി കാപ്പ് കുടിക്കണം. ഒരു 9-9:30 ആകുമ്പോൾ കാപ്പ് കുടിച്ചേക്കാം അല്ലേ. പ്ലാമൂട് എത്തി. നമ്മൾ പോകുന്ന റൂട്ട് എന്ന് പറഞ്ഞാൽ ശ്രീകാര്യം പോയിട്ടാണ് പോകുന്നത്. ശ്രീകാര്യം അവിടെ നേരെ പോത്തങ്കോട് കയറി പോകും. സിനിമ ഇറങ്ങി ലാൽസലാം, രജനീകാന്തിൻ്റെ നല്ല ശരി തന്നെ പോയി കാണണ്ടേ. ജലാലി 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 ജലാലി. ഇതുപോലത്തെ കപ്പിൾ റൈഡിന് പറ്റിയ പാട്ടായെന്ന് അറിയാമോ? പയ്യ സിനിമയിലെ പാട്ട്. പൂങ്കാട്ടെ പൂങ്കാട്ടെ പൂ പോലെ വന്നാളിവൾ.
നല്ല പാട്ടല്ലേ, ട്രാവൽ സോങ് സൂപ്പറായി കേൾക്കാൻ. ഓക്കെ, പാട്ടൊക്കെ പാടിയിട്ടുണ്ട് നല്ലപോലെ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യും, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക്, കുഴപ്പമൊന്നുമില്ല. നമ്മൾ അങ്ങനെ ശ്രീകാര്യം ജംഗ്ഷനിലുണ്ട്. മണി ഇപ്പോൾ 8:30 മണിയായി. നല്ല ബ്ലോക്ക് കേട്ടോ എല്ലായിടത്തും, ഒരു രക്ഷയില്ല. അപ്പോൾ നമ്മൾ റൈറ്റിലാണ് പോകേണ്ടത്. ഇപ്പോൾ ഇവിടെ നേരെ പോയാൽ എത്തുന്നത് പോത്തങ്കോട്. അവിടെ നിന്ന് നേരെ പിന്നെ വെഞ്ഞാറമ്പുഴത്തും പിന്നെ ആ റൂട്ട് പിടിച്ച് അങ്ങനെ പോകണം. ഓക്കെ, നമ്മളതിനെ ഹൈവേ കയറിയിട്ടുണ്ട്. വേറെ വിഷയമൊന്നുമില്ല, സൂപ്പറായിട്ട് റോഡ് കേട്ടോ, അടിപൊളിയായിട്ട്. ആ സൂപ്പർ അടിപൊളി. ഓക്കെ, മണി ഇപ്പോൾ കറക്റ്റ് 9:15 മണിയായിട്ടുണ്ട്. അപ്പോൾ കാപ്പ് പിടിക്കാൻ സമയമായി, വിശപ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നോക്കട്ടെ, അങ്ങോട്ട് പോകുന്നവർക്ക് നല്ല ഹോട്ടൽ ഉണ്ടെങ്കിൽ അത് കാപ്പ് പിടിച്ചേക്കാം, സമയം കളയണ്ട. ഓക്കെ, നമ്മൾ വണ്ടി നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ കാപ്പ് പിടിക്കാൻ പോവുകയാണ്. ഇവിടെ നിർമ്മല്യ ഹോട്ടലിലാണ്. അപ്പോൾ ലൊക്കേഷൻ വന്നിട്ട് വാമനപുരം അല്ലേ. കാപ്പ് പിടിക്കാൻ സമയം കളയണ്ട. വാ, നിർമ്മല്യ സീ ഫുഡാ. ഇവിടെ കാപ്പി കാണൂല്ലോ, ദോശ സാമ്പാറൊക്കെ അല്ലേ. ഓക്കെ, അങ്ങനെ സീറ്റ് പിടിച്ച് സൂപ്പർ. ഇലയെ വൃത്തിയായി കുളിപ്പിക്കണം അല്ലേ. നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റം എന്ന് പറയുന്നത് അപ്പവും മുട്ടക്കറി അല്ലേ, മതിയല്ലോ. ഓക്കെ, ഞാൻ സംഭവം എത്തിയിട്ടുണ്ട്. മുട്ടക്കറി, അപ്പം. 1 2 റൈഡ് സ്റ്റാർട്ട് ചെയ്യാം. മണി ഇപ്പോൾ കറക്റ്റ് 9:30 മണിയായിട്ടുണ്ട്. വണ്ടി ഒന്ന് കഴിയപ്പോൾ ആൾ കുട്ടപ്പന, എന്ത് കളർ കണ്ട, സൂപ്പറായി അല്ലേ, വേറെ ലുക്ക് തന്നെ. ഓക്കെ, എല്ലാം ഓക്കെ ആണല്ലോ. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടല്ലേ? ഉണ്ട്. 2 ബാഗ്, ഒരു ബാഗ് തോളിൽ, ഒരു ബാഗ് സൈഡിൽ തൂക്കിയിടാണ്. ഇങ്ങനെ പോകുന്നത്. ലോങ് റൈഡൊക്കെ പോകുമ്പോൾ ഒരു ടോപ്പ് ബോക്സ് വെക്കും ബാക്കിൽ. നമുക്ക് ആ സെറ്റപ്പ് ഒന്നും ആയിട്ടില്ല. ശരി, കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് പോവാം അല്ലേ. അപ്പോൾ എൻ്റെ വൈഫ് വാണി നല്ല ഉഗ്ര സെറ്റപ്പ് ആയിട്ടുണ്ട്. കയ്യിൽ ഗ്ലൗസ്, കണ്ണാടി, ലുക്കായി അല്ലേ. കിൽക്ക സിനിമയിൽ മറ്റേ രാവതി പോലെ 500 രൂപ കൊണ്ട് ഊട്ടി വന്നാൽ ഇറങ്ങിയാണ് അതുപോലെ അല്ലേ. ശ്രദ്ധിക്കോളൂ, തന്നെ കുറച്ച് ഓവറായാലും ശ്രദ്ധിക്കോളൂ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. കുഴപ്പമില്ല, ഇരിക്കട്ടെ, ഇതൊക്കെ ലുക്കല്ലേ അല്ലേ. ഓക്കെ, നമുക്ക് എന്തായാലും വെയിലുള്ള സേഫായിട്ട് പോകണം, അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും വാങ്ങിച്ചത്. ശരി, കയറി. ഓക്കെ, മണി ഇപ്പോൾ കറക്റ്റ് 9:50 ആയിട്ടുണ്ട്. ഇപ്പോൾ മൊത്തം നമ്മൾ 35 കിലോമീറ്റർ ട്രാവൽ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ട്രാവൽ ചെയ്യേണ്ട ഡിസ്റ്റൻസ് വേണ്ടത് 375 ഇപ്പോൾ ആ പാടെ 35 കിലോമീറ്റർ നമ്മൾ ട്രാവൽ ചെയ്തോളൂ. അതിനിടയ്ക്ക് വിശപ്പ് വന്ന് കാപ്പ് പിടിച്ച് സമയം 1 മണിക്കൂർ പോയി. ഇവിടെ 1 മണിക്കൂറിൽ 1/2 മണിക്കൂർ പോയി, എത്ര തന്നെ. കമോൺ ഗൈസ്, കട്ടാക്കി നിൽക്കണം, വാ 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 അല്ലേ. സത്യം പറയല്ലോ, ഒന്ന് വയർ നിറഞ്ഞപ്പോഴേ നല്ലൊരു ഫീൽ കേട്ടാ, തൃപ്തിയായി. നമ്മൾ കഴിച്ച മൊത്തം 6 അപ്പവും 2 മുട്ടക്കറി, ഒരു ചായ, എല്ലാം കൂടെ 140 ആയിട്ടുണ്ട്. മുട്ടക്കറി ചെറിയൊരു മധുരമുണ്ട്, പിന്നെ കുരുമുളകിൻ്റെ എരിവുണ്ട്. കൊള്ളാം, അപ്പവും കൊള്ളാം, നല്ല സോഫ്റ്റ് അപ്പമാണ്. എന്തായാലും രാവിലത്തെ കാപ്പി സെറ്റപ്പ് ആയിട്ടുണ്ട്, വേറെ വിഷയമൊന്നുമില്ല. ചടയമംഗലം കാണാൻ പറ്റണം, അവിടെ നിന്ന് അടിപൊളിയല്ലേ. കണ്ടാ നമുക്ക് വേറെ ദിവസം ചടയമംഗലം ജടായുപ്പാറയിൽ പോയി വ്ളോഗ് ചെയ്യാം. ഇന്ന് സമയമില്ല, കാരണം നമ്മൾ പോകുന്നത് ഊട്ടിക്കാണ്. അപ്പോൾ റൈഡ് സൂപ്പറായി പോയിക്കൊണ്ടിരിക്കുകയാണ്, നല്ല സ്മൂത്ത് ആക്കിയിട്ട് റോഡൊക്കെ. അതുപോലെ ബൈക്കിൻ്റെ പെർഫോമൻസ് സൂപ്പറാണ് കേട്ടോ. പിന്നെ ചെയിൻ ലൂബിനുള്ള ഓയിലുണ്ട് കയ്യിൽ, നമുക്ക് 500 കിലോമീറ്റർ ആകുമ്പോൾ ഒഴിച്ചേക്കാം. അപ്പോൾ വണ്ടിയുടെ കാര്യത്തിലെല്ലാം പക്കയാണ്, വേറെ വിഷയമൊന്നുമില്ല. നമുക്ക് സൂപ്പറാണ് പോയിട്ട് റൈഡ്. കാർ റൈഡ് പോലെയല്ല, ബൈക്ക് റൈഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്, അതും വ്ളോഗ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതൊക്കെ സഹിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നത്. പിന്നെ ഒരു കാര്യം, നമുക്ക് ഏതൊരു കാര്യം നല്ല ഇഷ്ടപ്പെട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ബുദ്ധിമുട്ടൊരു വിഷയമല്ല, അറിയാമോ. അതുകൊണ്ട് ഈ ഒരു കഷ്ടപ്പാട് നമുക്കൊരു വിഷയമല്ല, നമ്മൾ എൻജോയ് ചെയ്ത് പോവുകയാണ് സൂപ്പറായിട്ട് അല്ലേ. അല്ലേ വേണേ കേട്ടോ, എന്താ പറഞ്ഞേക്കാം, ആർക്കറിയാം. ഇപ്പോൾ ഊട്ടിക്ക് പോനാ തണുപ്പ്, വാഗമണ്ണിലെ തണുപ്പ്, ഊട്ടിക്ക് പോനാ തണുപ്പ്, ഒരു ട്രെൻഡിങ് ആയ പാട്ടാണ് അല്ലേ, കോമഡി പാട്ട്. സോ നല്ല ഉറക്കം വരണം കാപ്പി കുടിച്ച ശേഷം. ഒരു കാര്യം ചെയ്യാം, ബബിൾക്കം വാങ്ങിക്കാം, ചോദിച്ചോണ്ട് പോവാം. 4 മൈൽ 5 ആ ഓക്കെ, സെൻട്രൽ ഫ്രഷ് കഴിച്ചിട്ട് പോകാം. നല്ല ഉറക്കം വേണം സംഭവം. ഇന്ന് രാത്രി ഉറങ്ങിയപ്പോൾ താമസിച്ച് പോയി, രാവിലെ കഴിച്ച് നേരത്തെ ആയിപ്പോയി. ആ പാടെ 4 മണിക്കൂർ ഉറങ്ങിയുള്ളൂ. അപ്പോൾ 4 മണിക്കൂർ ഉറക്കമായതുകൊണ്ട് അല്ലേ ഇപ്പോൾ കാപ്പി പിടിച്ച ഉറക്കം വരണം. ഇപ്പോൾ ചവച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ കുറച്ച് ഉറക്കം വരില്ലെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, വേറെ വിഷയമൊന്നുമില്ല, ചവച്ച് പോവാം. ബാ, നമുക്കറിയാം മൊത്തം 63 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് ഇപ്പോഴേ തളർന്ന്. സെൻട്രൽ ഫ്രഷ് ഇതാ ബനീസ സരിക നല്ല പ്ലേസാ, ഇതാ ബനീസ സെൻട്രൽ ഫ്രഷിൻ്റെ പരസ്യം. സരിക ഓക്കെ, ഇപ്പോൾ വലിയ കുഴപ്പമില്ലല്ലേ. ചവച്ച് പോകുമ്പോൾ ഉറക്കം വരില്ല. അതിന് പറഞ്ഞു എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കണം, അപ്പോഴേ നമുക്ക് ഉറക്കം വരാതിരിക്കുള്ളൂ. പകലെ എങ്ങനെയാണ്, അപ്പോൾ രാത്രി പാലിച്ചു പോകും, ഒരുപാട് റിസ്ക്കാണ്. അതുകൊണ്ട് മാക്സിമം രാത്രി റൈഡ് മാക്സിമം ഒഴിവാക്കുക.
നമ്മളങ്ങനെ കൊട്ടാരക്കര എത്തിയിട്ടുണ്ട്. ഇവിടെ നല്ല വെയിൽ കേട്ടോ, ഒരു രക്ഷയില്ല. അമ്മോ പൊള്ളാണ്. മണി കറക്റ്റ് 10:54, അതായത് 11 നല്ല ബ്ലോക്കും ഉണ്ട്, നല്ല വെയിലുണ്ട്. നമ്മൾ ഈ സൊമാറ്റോയിൽ കിടന്ന് വർക്ക് ചെയ്ത് 8 മണിക്കൂർ 10 മണിക്കൂർ കിടന്ന് വണ്ടി എടുത്ത് ഓടി ശീലമുള്ളതുകൊണ്ട് കുഴപ്പമില്ല. നമ്മൾ ആദ്യം കുറേ പേടിക്കുമായിരിക്കും, പുതിയ റൂട്ട് പുതിയ സ്ഥലങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് പോകുമ്പോൾ അതെല്ലാം ശരിയായിക്കോളും. വേറെ ഒന്നുമില്ല, എല്ലാ മനുഷ്യന്മാരും എല്ലായിടത്തും അല്ലേ, ഭാഷ മാത്രം മാറുന്നേ ഉള്ളൂ, തമിഴ് മലയാളം തെലുങ്ക് എന്ന് പറഞ്ഞുകൊണ്ട്. ഓക്കെ, ഇപ്പോൾ റൈറ്റ് പോയ കോട്ടയം, നേരെ പോയ കായംകുളം. നമ്മൾ റൈറ്റാണ് പോകേണ്ടത്. കറക്റ്റാக ബോർഡ് നോക്കി പോയാൽ മതി, വർഷമില്ല അല്ലേ ഉണ്ടാ. നേരെ പോയ പന്തളം, ചെങ്ങന്നൂർ, അങ്കമാലി, മൂവാറ്റുപുഴ, കോട്ടയം, ചങ്ങനാശ്ശേരി എല്ലാം നേരെ പോയാൽ മതി. കറക്റ്റ് റൂട്ടിൽ പോവുകയാണ്. മാപ്പ് നോക്കേണ്ട ഒരു ആവശ്യമില്ല, ഈ സൈൻ ബോർഡ് മാത്രം നോക്കി പോയാൽ മതി അല്ലേ. അത്ര തന്നെ അല്ല, അപ്പോൾ ലൈഫ് അടിച്ച് പൊളിക്കണം ഗായ്സ്, കമോൺ. അങ്ങനെ നമ്മൾ പന്തളം എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് അയ്യപ്പൻ അല്ലേ ജനിച്ച സ്ഥലമല്ലേ, ഇവിടെ തന്നെ നമ്മളെ സ്വാമി അയ്യപ്പൻ ജനിച്ച സ്ഥലമാണ്. ഇവിടെ നിന്നാണ് പന്തളം രാജ എടുത്ത് വളർത്തി അല്ലെ വലുതാക്കി. വലിയ കഥയാണ്, പിന്നെ പറഞ്ഞുതരാം. അപ്പോൾ സ്വാമി അയ്യപ്പൻ ജനിച്ച സ്ഥലമാണിത്. അപ്പോൾ ഈ സ്ഥലം ഒന്ന് കാണിച്ചേക്കാൻ വിചാരിച്ച് കാണിച്ചിട്ടുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ പന്തളം ഭാഗത്ത് നമ്മൾ ആൾക്കാരായത് ഉണ്ടെങ്കിൽ ചിലപ്പോൾ കാണൂല, ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഹായ് പറഞ്ഞേക്കാം. ഓക്കെ, ഹായ് പന്തളം ഗായ്സ്. ഇതാണ് കോവിൽ, പന്തളം ശ്രീ ധർമ്മശാസ്ത്ര അല്ലേ. ഇതാണ് പന്തളം ശ്രീ ധർമ്മശാസ്ത്ര കോവിൽ, ശാസ്ത്ര എന്ന് അറിയാതെ പറഞ്ഞേ. ഇതാണ് പന്തളം ബ്രിഡ്ജ് അല്ലേ. അപ്പോൾ എന്തായാലും പോകുന്ന വഴിക്ക് ഒരു മോരും വെള്ളം കുടിക്കണം അല്ലേ. ഉച്ചയ്ക്ക് എന്ത് ബിരിയാണിയാ ഷാർജയാ? ഷാർജയും പഫ്സും കഴിക്കാം അല്ലേ, സൂപ്പറാണ്. ചുമ്മാ ബിരിയാണി കഴിച്ച് മടുത്തു പോയി, എല്ലാ വ്ളോഗിലും ബിരിയാണി ബിരിയാണി ബിരിയാണി. അപ്പോൾ നമ്മളങ്ങനെ തിരുവല്ല കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. നേരെ പോയാൽ കോട്ടയമാണ് വരുന്നത് അല്ലേ, കോട്ടയം അല്ലേ? മൂവാറ്റുപുഴ. നേരെ പോയാൽ മൂവാറ്റുപുഴ കോട്ടയം. സത്യം പറയല്ലേ, നമ്മൾ ഈ റൂട്ട് വഴി പോയതുകൊണ്ട് നമുക്ക് കുറേ റൂട്ട് കാണാൻ പറ്റണം അല്ലേ. അതുകൊണ്ട് കേരളത്തിലെ പകുതി ജില്ലയും കാണാൻ പറ്റും ഈ വഴി പോയി കഴിഞ്ഞാൽ. അപ്പോൾ ഇതിവിടെ കോട്ടയം, തൃശ്ശൂർ, അവിടെ നിന്ന് പാലക്കാട്, പിന്നെ കോയമ്പത്തൂർ, ഇത്രയും ജില്ല കാണാം സൂപ്പറായിട്ട്. അടിപൊളി, വേറെ ലെവൽ എക്സ്പീരിയൻസ് ഉണ്ട്. അത് രസം കണ്ട കോട്ടയം കാണാം. ഇതാരും സൊമാറ്റോ ഡെലിവറി ബോയ് പോകണം, ഡെലിവറി ബോയ് അല്ലേ, ഡെലിവറി പാർട്ട്ണർ അല്ലേ. പാവം അല്ലേ, നമ്മളെപ്പോലെ കഷ്ടപ്പെട്ട് വർക്ക് ചെയ്യണം വെയിലത്ത് കിടന്നല്ലേ. എന്ത് വെയിൽ അറിയാം അവിടെയൊക്കെ. ഈ ലോങ് ഹൈവേ എളുപ്പമാണ്, ഇങ്ങ് വിട്ട് പോവാം ഒരേ ഗിയറിൽ. പക്ഷേ സെറ്റിക്കകത്ത് വർക്ക് ചെയ്യാൻ ഭയങ്കര പാടാണ്. കാരണം അത്രയ്ക്ക് ഈ എന്ത് പറയാം, ട്രാഫിക്കിനകത്തൂടെ ഗിയർ മാറ്റി ക്ലച്ച് പിടിച്ച് ബ്രേക്ക് പിടിച്ച് ഓരോ ലൊക്കേഷനിൽ പോകണം. ചില ഫ്ലാറ്റിൽ പോകേണ്ടി വരും, അവിടെ ലിഫ്റ്റ് കാണില്ല, പടികര വരാൻ പറയും 4 നിലയൊക്കെ. അങ്ങനെ കുറേ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഞാനും അതിൽ വർക്ക് ചെയ്യുന്ന ആളായതുകൊണ്ട് എനിക്ക് അതിൻ്റെ ബാൻ അറിയാൻ പറ്റും കറക്റ്റായിട്ട് എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, വെള്ളം കുടിക്കണം, വെള്ളം ദാഹിക്കണം. അവിടെ ഒരു കട ഉണ്ട്, ജ്യൂസ് കട. എന്തായാലും ഈ വെയിലത്ത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കുടിച്ചേ പറ്റുമല്ലേ, ജ്യൂസോ വെള്ളമോ സംഭാരം എന്തെങ്കിലുമൊക്കെ. സത്യം പറഞ്ഞാൽ ഫുഡൊന്നും വേണ്ട, ഇതുപോലെ ജ്യൂസ് ഐറ്റം മതി. ഷാർജോ ലൈം വേണോ? ലൈം കുടിക്കാന്നാ? ലൈം 2 ലൈം. ഫ്രഷ് ലൈം. ഓക്കെ, 2 ലൈം ഓർഡർ ചെയ്തിട്ടുണ്ട്. അവിടെ ഇരിക്കാം, വാ. എന്താ കഴിക്കണം, പസ്സോ മീറ്ററോളോ ഒന്നും വേണ്ടല്ലോ. ഓക്കെ, ഫ്രഷ് ലൈം വന്നിട്ടുണ്ട്, കുടിക്കാമല്ലോ. ഭയങ്കര വെള്ളം താവല്ലോ, രക്ഷയില്ല. അപ്പോൾ ഇത് കൊടുത്തു. വെള്ളം അടിപൊളി, നല്ല പുളിപ്പുണ്ട്, കറക്റ്റ് മധുരം, കറക്റ്റ് തണുപ്പ്. കൊള്ളാം, നന്നായി. ഓക്കെ, ലൈം കുടിച്ച് കഴിഞ്ഞ് നല്ല വെള്ളം താവട്ടെ. സൂപ്പർ ലൈം കേട്ടോ അല്ലേ, അടിപൊളിയായിരുന്നു. ഇപ്പോൾ 2 ലൈമിന് മൊത്തം എത്രയായി? 50 രൂപയായി. 1 ലൈം 25 രൂപയാണ്, 2 ലൈമിന് 50 രൂപ ആയിട്ടുണ്ട്. കൊള്ളാം, നല്ല ലൈം കേട്ടോ. ഓക്കെ, പോന്നാ പുറപ്പെട്ടെന്നാ, വേറെ വിഷയമൊന്നുമില്ലല്ലോ, ഓക്കെ ആണല്ലോ. ഇപ്പോൾ നേരെ പോയി ചങ്ങനാശ്ശേരി, റൈറ്റ് പോയ കുമളി, പിന്നെ റൈറ്റ് പോയി അങ്കമാലി നിന്ന് ഓർമ്മയില്ല, അങ്കമാലി പറഞ്ഞത്. ഓക്കെ, കുറേ നേരം കൊണ്ട് തെറ്റിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ ശാസ്താംകോവിൽ, ഇപ്പോൾ അങ്കമാലിക്ക് അങ്കമാലി. നമ്മൾ റൈഡ് ചെയ്യണം, അതേ സമയത്ത് മാപ്പ് നോക്കി എല്ലാ കാര്യങ്ങളും പറയാൻ വേണം. അപ്പോൾ അങ്ങനെ തെറ്റി പറ്റും, അത് വലിയ കാര്യമൊക്കെ പാടില്ല അല്ലേ. അപ്പോൾ ഇറങ്ങി എന്നിട്ട് ബാക്കിൽ കളിയാക്കിയാണ് കേട്ടോ എന്നെ. കൊള്ളാം, ഭർത്താവിൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് കൊണ്ട് ക്ഷമിക്കണം, അല്ലാതെ ബാക്കിൽ കളത്താൻ പാടില്ല. ഒരേ കളത്തിൽ ഭയങ്കര ചിരി, ഭയങ്കര കോമഡി ഒന്നുമില്ല അതൊന്നും, മനസ്സിലായോ? നിനക്ക് തെറ്റിപ്പറ്റും, ഞാനിപ്പോൾ കളത്തിൽ കാണിച്ചിട്ട് നോക്കിയോ. അപ്പോൾ ഇറങ്ങി. വെൽക്കം ടു കോട്ടയം, നൈസ് ടു മീറ്റ്. കോട്ടയം എത്തിയിട്ടുണ്ട്. നേരെ പോയ കുമളി, കുമാരകം, അങ്കമാലി, എറണാകുളം അല്ലേ. അപ്പോൾ ഏകദേശം എറണാകുളത്താറായി. കോട്ടയം കുഞ്ഞച്ചൻ എവിടെയാണ് പറഞ്ഞത്? കോട്ടയം കുഞ്ഞച്ചൻ കോട്ടയം തന്നെ, അതെനിക്കറിയാം. ഈ ഭാഗത്ത് എവിടെ വരും ഒന്ന് കാണിച്ച കൊള്ളായിരുന്നു. ഇപ്പോൾ കോട്ടയം ഭാഗത്ത് നമ്മൾ ആൾക്കാരുണ്ടെങ്കിൽ ഒരു ഹായ് പറഞ്ഞേക്കാം. ഹായ് കോട്ടയം ഗായ്സ്. ഓക്കെ, മാപ്പ് നോക്കിയായിരുന്നു. അപ്പോൾ റൈറ്റിലാണ് പോകേണ്ടത് അല്ലേ, റൈറ്റ് പോകണം കറക്റ്റ്. നമ്മൾ ഏറ്റുമാനൂർ പോകണം, ഏറ്റുമാനൂർ പോയിട്ട് അവിടെ നിന്ന് മൂവാറ്റുപുഴ, അങ്ങനെയാണ് പോകേണ്ടത് ലൊക്കേഷൻ. ഇതിൽ അപ്പോൾ പറഞ്ഞ ലൊക്കേഷനുണ്ട്, മാപ്പ് നോക്കിയാണ് പോകുന്നത്. രണ്ടും കൂടെ കമ്പയർ ചെയ്ത് കറക്റ്റായിട്ട് റൂട്ടിലാണ് പോകുന്നത്. പിന്നെ പതുക്കെ പോയാലും കുഴപ്പമില്ല, വഴി തെറ്റാൻ പാടില്ല. സത്യം പറഞ്ഞാൽ ഒരു പുതിയ എക്സ്പീരിയൻസ് ആണ്. ഇങ്ങോട്ട് റൂട്ട് അറിഞ്ഞൂടാ, എന്നാലും ഒരു ഊഹം വെച്ച് കറക്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മണി ഇപ്പോൾ കറക്റ്റ് 2:04 ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം പട്ടിത്താനമാണ്. ഇപ്പോൾ ഇവിടെ റൈറ്റിലാണ് പോകേണ്ടത്. ഈ ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് കണ്ട, ഈ റൗണ്ട് അടിച്ച് റൈറ്റ് അടിച്ച് ഇവിടെ നിന്ന് ലെഫ്റ്റ് എടുക്കണം, മനസ്സിലായ? ഇതാണ് ലൊക്കേഷൻ. ഇപ്പോൾ മിസ്സായി പോവല്, മാപ്പ് കറക്റ്റ് കാണിക്കും, കുഴപ്പമൊന്നുമില്ല. ഇതാണ് റൂട്ട്. പട്ടിത്താന ജംഗ്ഷനിൽ നിന്ന് റൗണ്ട് റൈറ്റ് അടിച്ച് ലെഫ്റ്റ്, സെക്കൻഡ് ലെഫ്റ്റ് അല്ലേ. മൂവാറ്റുപുഴ 42 കിലോമീറ്റർ, തൃശ്ശൂർ 123 കിലോമീറ്റർ, പാലക്കാട് 191 കിലോമീറ്റർ. ഇനി ഉണ്ട്, കുറേ പോകണം അല്ലേ.
കമോൺ ഗായ്സ്, കട്ടൊക്കെ നിൽക്കണം, വാ വാ വാ. അപ്പം ലൈഫ് അടിച്ചു പൊളിക്കണം ഗായ്സ്. ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞോണം, അപ്പോഴൊന്നും ആക്റ്റീവ് ആവുള്ളൂ അല്ലേ. ഇതൊരു പുതിയ ലൊക്കേഷനിലെ കൊള്ളാലേ. ഇവിടെ അധികം വണ്ടിയൊന്നുമില്ല. നേരത്തെ കുറേ സിറ്റിക്കകത്തായിരുന്നു വണ്ടികൾ, അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ട്രാഫിക് ആയിരുന്നു. അപ്പോൾ ഈ ലൊക്കേഷനെ കാണുമ്പോൾ ട്രിവാൻഡ്രം പോലെ ഇരിക്കണം അല്ലേ. ട്രിവാൻഡ്രത്ത് കാര്യവട്ടം ഉണ്ടല്ലോ, കാര്യവട്ടം ക്യാമ്പസൊക്കെ വരില്ലേ, ഏകദേശം അതുപോലെ ഇരിക്കണത്. സത്യം പറഞ്ഞാൽ വേറൊരു ജില്ലയൊന്നും ഫീൽ ചെയ്യില്ല. ട്രിവാൻഡ്രത്ത് കറങ്ങി പോലെ ഇരിക്കണം എവിടെ പോയാലല്ലേ. ആണ്, ഓരോ ജില്ലയ്ക്ക്, എല്ലാ ജില്ലയ്ക്കും അതിൻ്റെതായ ഒരു കണക്ഷൻ ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ, ഒരു സാമ്യമുണ്ട്. യാസല്ലത് കാണക്കാരിയാണ്, കാണക്കാരി, അതേത് കാരി, നാണക്കാരി ചേച്ചി കാണക്കാരിയാണ്. ഓക്കെ, അങ്ങനെ വണ്ടി ഒതുക്കി. ഈ ലൊക്കേഷൻ്റെ പേര് കൂത്താട്ടുകുളമാണ്. ഇവിടെ ഒരു ബേക്കറിയിൽ പോയി നമുക്ക് ആഹാരം കഴിക്കാം. വാ, ചാർജ് മതി അല്ലേ? ചാർജ് ചെയ്ത് നമുക്ക് എന്തെങ്കിലും സ്നാക്സ് കഴിക്കാം. ചോറൊന്നും വേണ്ട, കഴിച്ച് ഉറക്കം വരും. ഓക്കെ, അപ്പോൾ നേരെ കാണുന്ന എഡൻ ബേക്കറിയിൽ പോയി നമുക്ക്, ഇവിടെ എന്തൊക്കെ ഉണ്ട്, ഒന്നുമില്ലേ കഴിക്കാനായിട്ട്? മീറ്ററുണ്ട്, മതിയല്ലോ. ചാർജ് ഉണ്ടോ? ചാർജാ വാനിലയാ? വാനില ഷേക്ക് മതി, 2 വാനില ഷേക്ക്. ഓക്കെ, അപ്പോൾ 2 വാനില ഷേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പഫ്സ് ഉണ്ടല്ലോ, ചൂട് പഫ്സ് ഉണ്ട്, സമോസയുണ്ട്, ഇതൊക്കെ മതി. ഓക്കെ ഓക്കെ, അങ്ങനെ വാനില ഷേക്ക് എത്തിയിട്ടുണ്ട്. വാനില, അപ്പോൾ വാനില ഷേക്ക് എത്തിയിട്ടുണ്ട്. 2 വാനില ഷേക്ക്, പിന്നെ ചൂട് പഫ്സ് ഉണ്ട്, സമൂസ ഉണ്ട്. സംഭവം സൂപ്പർ കേട്ടോ, വാനില ഷേക്ക് അടിപൊളിയാണ്. അപ്പോൾ ഐസ്ക്രീമിൻ്റെ ടേസ്റ്റ്, പാലിൻ്റെ ടേസ്റ്റ്, പിന്നെ ഷാർജ പോലേക്ക് ചെറിയുണ്ടല്ലേ, ചെറിപ്പഴമുണ്ട്. കൊള്ളാം. പൊളി സാധനം. ഉച്ചയ്ക്ക് ചോറ് ബിരിയാണിയും കഴിച്ചില്ല, വേറൊന്നുമില്ല. കുറേ ട്രാവൽ ചെയ്യാണ്ട് ഉറക്കം വരും കഴിച്ച് ചെയ്യും. ഇതാകുമ്പോൾ കുഴപ്പമില്ല, വിശക്കാതിരിക്കുകയും ചെയ്യും അല്ലേ. അല്ലേ, ചൂട് കുറവാണ്, കുഴപ്പമില്ല. പഫ്സ് കാലിയായിട്ടുണ്ട്, ഞാൻ കഴിച്ചിട്ടുണ്ട്. സമോസ കുറച്ച് മിച്ചമുണ്ട്. ഇതെന്തോ സാധനം വെച്ചാ, ബർഗർ പോലെ സാധനം വെച്ച് എന്തോ സംഭവം. ഞാൻ സംഭവം അത് കഴിച്ചിട്ടില്ല, പക്ഷെ എന്തെങ്കിലും ആവട്ടെ, കഴിക്കാം. സംഭവം സാറിന് കഴിക്കണത് മീറ്ററോൾ കഴിക്കും, പഫ്സ് കഴിക്കും, സമൂസ അങ്ങനെ കഴിക്കും. സാൻഡ്വിച്ച് ബർഗർ കഴിക്കില്ല, കാരണം പൈസ കൂടുതലാണ് അറിയാലോ. എന്തായാലും ട്രൈ നോക്കാം അല്ലേ, വല്ലപ്പോഴും ട്രൈ ചെയ്യണത്. 2 ഷെയർ ആക്കിയിട്ടുണ്ട്, ഒന്ന് എനിക്ക്, ഒന്ന് അവൾക്ക്. അകത്ത് ഇറച്ചിയുണ്ട്, വെജിറ്റബിൾസ് ഉണ്ട്, പിന്നെ വെള്ളരിക്ക തക്കാളി, മുളക്. ബായ്, കാണാം. കൊള്ളാം, വാനില ഷേക്ക് അടിപൊളി, സൂപ്പർ. കൊള്ളാം. ഒരു ഹായ് പറഞ്ഞുതരാം തന്നെ. ശരി. അപ്പോൾ എന്തായാലും വീഡിയോയിൽ വരും. എഡൻ ബേക്കറി അല്ലേ? എഡൻ ബേക്കറി, ഇത് ഏതൻ ബേക്കറി അല്ലേ? ലൊക്കേഷൻ കറക്റ്റ് എവിടെ വരുന്നത്? കൂത്താട്ടുകുളം ജംഗ്ഷനിലാണ്. ഓക്കെ, കൂത്താട്ടുകുളം ജംഗ്ഷനിൽ എഡൻ ബേക്കറി ബേക്കറി ഉണ്ട്. അപ്പോൾ അവിടെ സംഭവം വില കുറവാണ്. സാൻഡ്വിച്ചും ബർഗറൊക്കെ 40 രൂപ ഉള്ളൂ അല്ലേ? അല്ല, വെളിയിൽ വില കൂടുതലാണ്, 50-60 വരും സാൻഡ്വിച്ച് ബർഗറൊക്കെ. ചില കടയിലൊക്കെ വില കുറവാണ്. പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന കടയിലൊക്കെ വില കുറച്ചാണ് കൊടുക്കുന്നത്. ഓക്കെ, കൊള്ളാം, കുഴപ്പമില്ല, കൊള്ളാം. ഒരു ഡയലോഗ് പറയാം, ചാനൽ കാ ഡയലോഗ്. ലൈഫ് അടിച്ചു പൊളിക്കണം ഗായ്സ്, അടിച്ചു പൊളിക്കണം ഗായ്സ്, ലൈഫ് അടിച്ചു പൊളിക്കണം ഗായ്സ്. ഓക്കെ, സൂപ്പർ. വീഡിയോ ഒക്കെ വരും യൂട്യൂബിൽ. പോയിട്ടില്ല, അടിച്ചു പൊളിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങളൊക്കെ വീഡിയോയിൽ വരും, കാണിച്ചു വിടണേ. ഓക്കെ, ഞാൻ ജ്യൂസെല്ലാം കുടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ജ്യൂസല്ല, ഷേക്ക് അല്ലേ, വാനില ഷേക്ക്. നല്ല വയറ് നിറഞ്ഞല്ലോ, സൂപ്പറായിട്ടല്ലേ? മതി ഇല്ലേ, ചോറൊന്നും ഇതൊന്നും വേണ്ട. പോന്നാ അപ്പോൾ. ഓക്കെ, പുറപ്പെടാം. അപ്പോൾ മണി ഇപ്പോൾ കറക്റ്റ് 3:20 ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് കറക്റ്റ് 210 കിലോമീറ്റർ ഉണ്ട് കോയമ്പത്തൂർ എത്താൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇവിടുന്ന് ഒരു കറക്റ്റ് 5 മണിക്കൂർ യാത്ര ഇനിയും ഉണ്ട്. അപ്പോൾ എന്തായാലും പതുക്കെ പോവാം, കുഴപ്പമില്ലല്ലേ, ബൈക്കല്ലേ, പയ്യെ പോവുള്ളൂ. കാറിൽ നമ്മൾ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോൾ എഞ്ചിൻ കൂളിംഗ് ആയിക്കോളും. ഇത് അങ്ങനെയല്ല, എഞ്ചിൻ കൂളിംഗ് ആകുമ്പോൾ എയർ കൂളിംഗ് ആണ്. അപ്പോൾ അങ്ങനെ ഒരു കണക്കുണ്ട്. അതിനപ്പുറം കൂടുതൽ ഓടിച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ എന്താ പറയുക, എഞ്ചിനൊക്കെ ചൂടായി ഒരുപാട്. അതുകൊണ്ട് ഒരു ഇടയ്ക്കിടയ്ക്ക് റെസ്റ്റ് എടുത്ത് വേണം. വണ്ടിക്ക് നല്ലത്, നമുക്ക് നല്ലത് അല്ലേ? അപ്പോൾ ഓക്കെ, വേറെ വിഷയമൊന്നുമില്ല. ഇപ്പോൾ കുറച്ച് വെയിൽ കുറഞ്ഞിട്ടുണ്ട്, നല്ല സുഖമുണ്ട് ആഹാരം കഴിച്ചപ്പോൾ. ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും കഴിച്ചോണ്ടല്ലേ വിശക്കുമ്പോഴൊക്കെ. സൂപ്പർ അല്ലേ? കഴിക്കുക, ട്രാവൽ ചെയ്യുക, കറങ്ങുക, ഇതൊക്കെ തന്നെ അല്ലേ, ഇതൊക്കെ ലൈഫ്. ഇതിനപ്പുറം എന്ത് വേണം അല്ലേ? ഇതൊക്കെ ഭാഗ്യമാണല്ലേ? നമ്മളെ കഷ്ടം നമുക്കേ അറിയുള്ളൂ അല്ലേ? ഭാഗ്യമാണെന്ന് പറഞ്ഞ കാര്യമില്ല, ഓരോ ജോലിക്ക് ഓരോ കഷ്ടപ്പാടുണ്ട്. ശരി, ഓക്കെ, വാ. കമോൺ ഗൈസ്, കട്ടൊക്കെ നിൽക്കണം, വാ. സംഭവം വണ്ടി നേരെ ബ്രേക്ക് ഇല്ല, സ്കിഡായി കയറിയാണ് തോന്നുന്നു കേട്ടോ. ഭാഗ്യത്തിന് ആർക്കൊന്നും പറ്റിയില്ല. സംഭവം ഡിവൈഡറിൽ കയറി കിടക്കാം കേട്ടോ. ഓക്കെ.
അടിപൊളി അടിപൊളി, വേറെ ലെവൽ കേട്ടാ. റോഡെന്ന് പറഞ്ഞാൽ ഇതാണ് റോഡ് അല്ലേ, ബൈപ്പാസ് ഹൈവേ. എന്ത് രസം കണ്ട, ടണൽ കേട്ടാ, വേറെ ലെവൽ, സൂപ്പർ സൂപ്പർ. ഇതാണ് അല്ലേ, ഇത് സത്യം പറഞ്ഞാൽ പ്രതീക്ഷില്ല കേട്ടാ. ഇനിയാണ് മോനെ സീനറി. ഉള്ള ഹോളിവുഡ് സിനിമയിൽ കാണും പോലെ, ടെർമിനേറ്ററിലൊക്കെ സീൻ കണ്ട പോലെ അല്ലേ. ഇതെന്തോന്നത്, പൊളി പൊളി പൊളി. തിരുവനന്തപുരംകാരൻ പാലക്കാട് റോഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്, അത് ടണൽ വഴി അല്ലേ.